ഷോ ഇപ്പൊ വന്ന ആ കേസ് കണ്ടോ? ആ കൊച്ചിനോടൊക്കെ ആ പേരൻസ് ഏറ്റവും വലിയ ദ്രോഹമല്ലേ. എത്ര തവണ അവരോട് പറഞ്ഞിട്ടുണ്ട്, കേട് കറുപ്പ് നിറം എന്തെങ്കിലും കാണുമ്പോ തന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കണം എന്നൊക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോ അവിടെ വീട്ടിൽ ചെന്നിട്ട് ഒരു ഫോൺ വരും, ഡോക്ടറെ ഞങ്ങൾ ചെയ്യുന്നില്ല, ഞങ്ങൾ പിന്നെ ചെയ്തോളാം, വേദന വരട്ടെ എന്ന് പറയും. ഞാനാരേ പിന്നെ അതിന്റെ പുറമെ വേറെ കുറച്ച് കമന്റ്സും കൂടെ. ഈ പല്ല് പോവാനുള്ളതല്ലേ, പോയിട്ട് ഇനി വേറെ നല്ല പല്ല് വരുമല്ലോ, ആ നല്ല പല്ലിനെ അതിനെ നന്നായിട്ട് നോക്കാം. ഞാൻ എന്നാ പറയാൻ. ഈ കുട്ടികളുടെ കേസിൽ മെയിൻ ആയിട്ടും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ പല്ലില് പ്രശ്നങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല, പെയിൻ വരാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണമെന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോർമലായിട്ട് ഒരു ചെക്കപ്പിന് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയ ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിലോ ലൈക്ക് ക്യാവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫില്ലിംഗ് വഴി നമുക്കത് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷെ അത് വെച്ചോണ്ടിരുന്ന് സിവിയർ ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ പല്ല് അറിയാമല്ലോ, പല്ല് നമ്മള് ഇളകാത്ത പക്ഷം നമ്മള് പിള്ളേരുടെ പല്ല് എടുക്കില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ പിള്ളേർ തന്നെ ഒന്നെങ്കിൽ ആന്റിബയോട്ടിക്സ് കഴിച്ച് അത് സഫർ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, റൂട്ട് കനാലിലേക്കൊക്കെ പോകേണ്ടി വരും. അഗെയിൻ പിള്ളേര് സഫർ ചെയ്യണം. സോ പ്ലീസ് ഡോണ്ട് മേക്ക് ദം സഫർ.